ടാലന്റ് ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മാർച്ച് 13-ാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ്. വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇനി വരുന്ന 10th ലെവൽ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ 10th ലെവൽ സ്പെഷ്യൽ റെക്കോർഡ് കോഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് 200-ലധികം മണിക്കൂറുകൾ വരുന്ന ക്ലാസ്സുകളാണ് ലഭ്യമാവുന്നത്. ഇനി ടോപ്പിക് വൈസ് എക്സാമും അതേപോലെ വീക്ക്ലി എക്സാമുകളും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളുണ്ട്. 200-ലധികം വരുന്ന മെറ്റീരിയൽസ് ഇതിലൂടെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. മെന്റർ സപ്പോർട്ട് കിട്ടുന്നതാണ്. ഈ ഒരു കോഴ്സിന്റെ പ്രൈസ് വരുന്നത് 999 രൂപയാണ്. എന്നാൽ നിങ്ങൾക്ക് 749 രൂപയ്ക്ക് ഇപ്പോൾ പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഇനി നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. ഡോക്ടർ KJ യേശുദാസ് ഡിജിറ്റൽ ലൈബ്രറി സജ്ജമാവുന്നത് എവിടെയെന്നാണ്. ഓർത്തു വെക്കുക, ഭാരത് ഭവനിലാണ്. തൈക്കാടുള്ള തിരുവനന്തപുരത്തെ തൈക്കാടുള്ള ഭാരത് ഭവനിലാണ് ഇത്തരത്തിലൊരു ഡിജിറ്റൽ ലൈബ്രറി സജ്ജമാവുന്നത്. അപ്പോൾ ഓർത്തു വെക്കുക, ആരുടെയാണ്? KJ യേശുദാസ്. അപ്പോൾ അദ്ദേഹത്തോടുള്ള ആദരസൂചകമായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു ഡിജിറ്റൽ ലൈബ്രറിയാണ്. അപ്പോൾ എവിടെയാണ് വരുന്നതെന്ന് ഓർത്തു വെക്കുക, ഭാരത് ഭവനിലാണ്. അപ്പോൾ ഇതിന്റെ പ്രാഥമിക ഘട്ട ഉദ്ഘാടനം ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. ഉദ്ഘാടനം നിർവഹിച്ചത് മന്ത്രി സജി ചെറിയാനാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ എവിടെയാണ് വന്നത്? തൈക്കാടാണ്. തിരുവനന്തപുരത്തെ തൈക്കാട് ഭാരത് ഭവനിലാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അതായത് വിദ്യാർത്ഥി ആയിരുന്ന സമയത്ത് അദ്ദേഹം താമസിച്ചിരുന്ന കെട്ടിടത്തിലാണ്, ഭാരത് ഭവനിലെ കെട്ടിടത്തിലാണ് ഈ ഒരു ഡിജിറ്റൽ ലൈബ്രറി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ നമുക്ക് ഡിജിറ്റൽ സംഗീതവും, അതായത് ഈ ഒരു ലൈബ്രറിയിൽ ഡിജിറ്റൽ സംഗീതവും, അദ്ദേഹത്തിന്റെ ഡിജിറ്റൽ സംഗീതവും അതേപോലെ മറ്റ് ഗ്രാമഫോണുകളും എല്ലാം ലഭ്യമാവുന്നതാണ്. നമുക്കതൊക്കെ ആസ്വദിക്കാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഈ ഒരു ലൈബ്രറി സജ്ജമാവുന്നത് എവിടെയാണെന്ന് ഓർത്തു വെക്കുക, ഭാരത് ഭവനിലാണ്. ഇതിന്റെ പ്രാഥമിക ഘട്ട ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ്. ഉദ്ഘാടനം നിർവഹിച്ചത് മന്ത്രി സജി ചെറിയാനാണ്. അടുത്ത നമ്മൾ നോക്കുന്നത് ഒരു റിപ്പോർട്ടാണ്. റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് നീതി ആയോഗാണ്. നീതി ആയോഗാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. 2026 പുറത്തു വന്ന ഈ ഒരു റിപ്പോർട്ട് 2023-24 സാമ്പത്തിക വർഷപ്രകാരം കണക്കാക്കിയിട്ടുള്ളതാണ്. 2023-24 സാമ്പത്തിക വർഷപ്രകാരമുള്ള ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് ആണ്. ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് ആണ് 2026 നീതി ആയോഗ് പുറത്തുവിട്ടത് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഇൻഡെക്സ് പ്രകാരം 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. ഒഡീഷയാണെന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ 1-ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത്. ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സിൽ 1-ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ഏത് സംസ്ഥാനമാണെന്ന് ഓർത്തു വെക്കുക, ഒഡീഷയാണ്. 2023-24 വർഷപ്രകാരമുള്ളതാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക. ഇനി 2-ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ഗോവയാണ്. 2-ാം സ്ഥാനത്ത് വന്നിരിക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ഓർത്തു വെക്കുക, ഗോവയാണ്. 2-ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത്. 3-ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ഝാർഖണ്ഡാണ്. 3-ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? ഈ ഒരു റിപ്പോർട്ടിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? 15-ാം സ്ഥാനത്താണ് വന്നിരിക്കുന്നത്. കേരളം എത്രാം സ്ഥാനത്താണെന്ന് ഓർത്തു വെക്കുക, 15-ാം സ്ഥാനത്താണ് കേരളം വന്നിരിക്കുന്നത്. ആകെ 18 സംസ്ഥാനങ്ങളാണ് ഈ ഒരു റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. എത്ര സംസ്ഥാനങ്ങളാണ്? 18 സംസ്ഥാനങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. അതിൽ 15-ാം സ്ഥാനത്താണ് കേരളം വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ഫിസിക്കൽ ഹെൽത്തിൽ കേരളം വളരെ പുറകിലാണ്. 18 സംസ്ഥാനങ്ങളിൽ 15-ാം സ്ഥാനത്താണ് കേരളത്തിന്റെ സ്ഥാനം എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? ഓരോ സംസ്ഥാനത്തിന്റെയും സാമ്പത്തിക മേഖലയെ അളക്കുന്ന ഒരു റിപ്പോർട്ടാണിത്. ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടത് നീതി ആയോഗാണെന്ന് പറഞ്ഞു. 2026 പുറത്തു വന്ന റിപ്പോർട്ടാണ്. അങ്ങനെയാണെങ്കിൽ നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ആരാണെന്ന് നമുക്കറിയാം, സുമൻ ബറിയാണ് നീതി ആയോഗിന്റെ നിലവിലെ വൈസ് ചെയർമാൻ. അതേപോലെ നീതി ആയോഗിന്റെ ഇപ്പോൾ വന്നിട്ടുള്ള, അതായത് ഇടക്കാല CEO ആരാണെന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. നിധി ചിബ്ബർ ആണ് നീതി ആയോഗിന്റെ ഇടക്കാല CEO ആയിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഓർത്തു വെക്കുക, നമ്മൾ നോക്കിയ ഈ ഒരു റിപ്പോർട്ട് പ്രകാരം 1-ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ഒഡീഷയാണ്. കേരളത്തിന്റെ സ്ഥാനം 15-ആണ്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. ഇന്ത്യയിൽ സുപ്രീം കോടതിയുടെ നേരിട്ടുള്ള ഉത്തരവിലൂടെ നിഷ്ക്രിയ ദയാവധത്തിന് വിധേയനാവുന്ന ആദ്യ വ്യക്തി ആരെന്നാണ്? ഓർത്തു വെക്കുക, ഹരീഷ് റാണയാണ്. ആരാണ്? ഹരീഷ് റാണയാണ്. അപ്പോൾ എന്താണെന്ന് ഓർത്തു വെക്കുക, സുപ്രീം കോടതിയുടെ നേരിട്ടുള്ള ഉത്തരവിലൂടെ നിഷ്ക്രിയ ദയാവധത്തിന് ആ ടൈം ഓർത്തു വെക്കുക, നിഷ്ക്രിയ ദയാവധത്തിന് വിധേയനാവുന്ന ആദ്യത്തെ വ്യക്തിയാണ്, ഇന്ത്യയിലെ ആദ്യത്തെ വ്യക്തിയാണ്. ആരാണ്? ഹരീഷ് റാണ എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അദ്ദേഹം ഉത്തർപ്രദേശിലെ ഗാസിയാബാദ് സ്വദേശിയാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ നിഷ്ക്രിയ ദയാവധത്തിനാണ് അദ്ദേഹം വിധേയനാകുന്നത്. ഇനി എന്താണ് നിഷ്ക്രിയ ദയാവധം എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. മരുന്നുകളുടെയോ അതുപോലെ തന്നെ മെഷീനുകളുടെയോ സഹായത്തോടു കൂടി ജീവിക്കുന്ന വ്യക്തികൾക്ക് അതൊക്കെ റിമൂവ് ചെയ്തുകൊണ്ട്, അതായത് മരുന്നാണെങ്കിലും അതേപോലെ മെഷീനുകളുടെ സഹായമാണെങ്കിലും അതെല്ലാം നിർത്തിക്കൊണ്ട് മരണം സംഭവിക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നതിനെയാണ് നിഷ്ക്രിയ ദയാവധം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു സുപ്രീം കോടതിയുടെ ഉത്തരവ്
ഉത്തരവിലൂടെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു വ്യക്തിക്ക് എന്താണ് ഈ ഒരു ദയാവധം, അതായത് നിഷ്ക്രിയ ദയാവധം എന്താണ് അനുവദിച്ചിരിക്കുകയാണ്. ആരാണെന്ന് ഓർത്തു വെക്കുക, ഹരീഷ് റാണയാണ്. അപ്പോൾ അദ്ദേഹം നിരവധി വർഷങ്ങളായിട്ട് കോമയിൽ കഴിയുന്ന ഒരു വ്യക്തിയാണ്. ഇനി ഒരു കേസിന് വേണ്ടിയിട്ട് ഹരീഷ് റാണയുടെ പിതാവിന് വേണ്ടിയിട്ട് കോടതിയിൽ വാദിച്ച മലയാളി അഭിഭാഷക ആരാണെന്ന് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. രശ്മി നന്ദകുമാറാണ്. ആരാണ്? രശ്മി നന്ദകുമാറാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട്, അതായത് ഹരീഷ് റാണയുടെ പിതാവിന് വേണ്ടിയിട്ട് കോടതിയിൽ വാദിച്ച മലയാളി അഭിഭാഷക. അപ്പോൾ ഓർത്തു വെക്കുക, ആ വ്യക്തിയുടെ പേര് ഓർത്തു വെക്കുക, ഹരീഷ് റാണയാണ്. ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ സുപ്രീം കോടതിയുടെ നേരിട്ടുള്ള ഉത്തരവിലൂടെ ഈ ഒരു നിഷ്ക്രിയ ദയാവധത്തിന് വേണ്ടിയിട്ട് ഒരു വ്യക്തി വിധേയനാകാൻ പോകുന്നത്. അടുത്തൊരു പദ്ധതിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പദ്ധതിയുടെ പേര് ഇതാണ്, പ്രൊജക്ട് ഗംഗ. എന്താണ്? പ്രൊജക്ട് ഗംഗ എന്നുള്ള പദ്ധതിയാണ്. അപ്പോൾ ഈ ഒരു പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ഓർത്തു വെക്കുക, ഉത്തർപ്രദേശാണ്. എവിടെയാണ്? ഉത്തർപ്രദേശിലാണ് പ്രൊജക്ട് ഗംഗ എന്നുള്ള പദ്ധതി ആരംഭിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവിടെയുള്ള ഗ്രാമപ്രദേശങ്ങളിൽ വരുന്ന ജനങ്ങൾക്ക് എന്താണ് ഇന്റർനെറ്റിന്റെയൊക്കെ ലഭ്യത വളരെയധികം സ്പീഡായിട്ട് കൂട്ടുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിലൂടെ അവിടെയുള്ള ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളും അതേപോലെ തന്നെ തൊഴിൽ അവസരങ്ങളും ഒക്കെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇന്റർനെറ്റ് ഒക്കെ ഫാസ്റ്റ് ആയിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഉത്തർപ്രദേശിൽ ആരംഭിക്കാൻ പോകുന്ന ഒരു പദ്ധതിയാണ് പ്രൊജക്ട് ഗംഗ എന്നുള്ള പദ്ധതി. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. 2026 മാർച്ചിലെ കണക്കുകൾ പ്രകാരം രാജ്യത്ത് സംരക്ഷിച്ചു പോരുന്ന ചീറ്റപ്പുലികളുടെ ആകെ എണ്ണം എത്രയെന്നാണ് ഓർത്തു വെക്കാം. 53 ആണ്. എത്രയാണ്? 53 ആണെന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ എന്താണ്? 2026 മാർച്ച് വരെയുള്ള കണക്കുകൾ പ്രകാരമാണ് നമ്മുടെ ഇന്ത്യയിൽ സംരക്ഷിച്ചു വരുന്ന ചീറ്റകളുടെ എണ്ണം എത്രയായിരിക്കണം? 53 ആയിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊരു കാരണം കൂടിയുണ്ട്. മധ്യപ്രദേശിലെ കുനോ നാഷണൽ പാർക്കിലുള്ള ഒരു നബീബിയൻ ചീറ്റയായിട്ടുള്ള ജ്വാല എന്നുള്ള ചീറ്റ പ്രസവിക്കുകയുണ്ടായി. അപ്പോൾ ഈ ഒരു പ്രസവത്തിനുണ്ടായ കുഞ്ഞുങ്ങൾ എണ്ണവും കൂടി കൂട്ടിയിട്ടാണ് ഇന്ത്യയിൽ ഇപ്പോൾ ആകെ എത്രയാണ്? 53 ചീറ്റകളെയാണ് സംരക്ഷിച്ചു വരുന്നത്. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക, എന്നാണ് ഈ ഒരു പ്രസവത്തോട് കൂടിയിട്ട് ചീറ്റകളുടെ എണ്ണം എത്രയായിരിക്കുകയാണ്? 53 ആയിരിക്കുകയാണ്. 2026 മാർച്ച് വരെയുള്ള കണക്കുകൾ പ്രകാരമാണിത്. ഇനി സ്പേസുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 2026 മാർച്ചിൽ ഭൗമാന്തരീക്ഷത്തിലേക്ക് തിരിച്ചിറങ്ങുന്ന നാസയുടെ പേടകം ഏതെന്നാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, വാൻ അലൻ. എന്താണെന്ന് ഓർത്ത് വെക്കുക, വാൻ അലൻ പ്രോബ് എ എന്നുള്ള പേടകമാണ്. എന്താണ്? വാൻ അലൻ പ്രോബ് എ എന്നുള്ള പേടകമാണ് തിരിച്ചിറങ്ങുന്നത്. അപ്പോൾ എന്താണ് ഓർത്തു വെക്കുക, 2026 മാർച്ചിലാണ് ഭൗമാന്തരീക്ഷത്തിലേക്ക് തിരിച്ചു വന്ന നാസയുടെ പേടകമാണ് എന്താണ്? വാൻ അലൻ പ്രോബ് എ എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ എന്നാണ് ഇത് വിക്ഷേപിച്ചത്? അത് 2012 ഓഗസ്റ്റ് 30 എന്താണ് വാൻ അലൻ പ്രോബ് എയും അതേപോലെ തന്നെ ബിയും അതേപോലെ ബിയും ലോഞ്ച് ചെയ്തത് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. വാൻ അലൻ പ്രോബ് എയും ബിയും എന്നാണ് ലോഞ്ച് ചെയ്തത്? 2012 ഓഗസ്റ്റ് 30 ലോഞ്ച് ചെയ്തത്. എന്നാൽ എന്താണ് ഇതിലുള്ള പ്രോബ് എ തിരിച്ചു വരികയാണ്. അപ്പോൾ ഈ നാസയുടെ പേടകമായിട്ടുള്ള വാൻ അലൻ പ്രോബ് എ ഭൂമിയിലേക്ക് ഭൗമാന്തരീക്ഷത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. അപ്പോൾ ഇതിൽ പ്രോബ് ബി തിരിച്ചെത്തിയിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. ഇനി എന്തിനാണ് ഈ ഒരു വിക്ഷേപണം നടന്നത്? അതായത് ഈ ഒരു വാൻ അലൻ പ്രോബ് എയും ബിയും എന്തിനു വേണ്ടിയിട്ടാണ് നാസ വിക്ഷേപിച്ചത് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ഭൂമിയുടെ ചുറ്റുമുള്ള വലയത്തെക്കുറിച്ച്, റേഡിയേഷൻ വലയത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അതുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് നാസ ഈ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചത്. 2 വർഷ കാലയളവിലേക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ദൗത്യങ്ങൾ വിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ 7 വർഷത്തോളം ഇവ പ്രവർത്തിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ ഇന്ധനം തീർത്തതിനെ തുടർന്നാണ് ഇപ്പോഴെന്താണ് ഇതിന്റെ പ്രവർത്തനം നിലച്ചിരിക്കുന്നത്. അങ്ങനെ പ്രോബ് എ, വാൻ അലൻ പ്രോബ് എ ഭൂമിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. പ്രോബ് ബി തിരിച്ചെത്തിയിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. ഇനി നമ്മളൊരു വേദിയാണ് ചർച്ച ചെയ്യുന്നത്. ലമിറ്റിയെ ഓർത്തു വെക്കുക. ലമിറ്റിയെ 2026 വേദി എവിടെയെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കാം, എവിടെയാണ് വേദിയാവുന്നത്? ഷീസെൽസ് ആണ്. എന്താണ്? ഷീസെൽസ് ആണ് വേദിയാവുന്നത്. ഇനി എന്താണ് ലമിറ്റിയെ 2026 എന്ന് പറയുന്നത്? 2026 നടക്കുന്ന ഒരു സംയുക്ത സൈനിക അഭ്യാസമാണ് ലമിറ്റിയെ. അപ്പോൾ ഇതിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യയും അതേപോലെ സീഷെൽസുമാണ് കേട്ടോ. ഇന്ത്യയും അതേപോലെ തന്നെ സീഷെൽസും കൂടി നടക്കുന്ന ഒരു സംയുക്ത സൈനിക അഭ്യാസമാണ് എന്താണ്? ലമിറ്റിയെ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. 2026 ഈ ഒരു സംയുക്ത സൈനിക അഭ്യാസം നടക്കുന്നത് ഷീഷെൽസിൽ വെച്ചാണ്. ഇനി ലമിറ്റിയെ എന്നുള്ള ഈ ഒരു വാക്കിന്റെ അർത്ഥം, അതായത് ക്രയോൾ ഭാഷയിൽ ഈ ഒരു വാക്കിന്റെ അർത്ഥം വരുന്നത് ഫ്രണ്ട്ഷിപ്പ് എന്നാണ്. ആ കാര്യം കൂടി ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പോൾ വേദിയാവുന്നത്, അതായത് ലമിറ്റിയെ 2026 വേദിയാവുന്നത് സീഷെൽസ് ആണ്. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. അടുത്തിടെ ശരീരത്തിൽ ആൺ പെൺ സവിശേഷതയുള്ള ഞണ്ടിനെ കണ്ടെത്തപ്പെട്ടത് എവിടെയെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കുക, സൈലന്റ് വാലിയിലാണ് ഇത്തരത്തിൽ ഞണ്ടിനെ കണ്ടെത്തിയിരിക്കുന്നത്. എന്താണ് പ്രത്യേകത? ഒരേ ശരീരത്തിൽ തന്നെ ആൺ പെൺ സവിശേഷതയുള്ള ഒരു ജൈവാവസ്ഥയിലുള്ള ഞണ്ടിനെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു ജൈവാവസ്ഥയെ പറയുന്നതാണ് എന്താണ്? ഗൈനാൻഡ്രോമോർഫി എന്നാണ്. എന്താണ്? ഗൈനാൻഡ്രോമോർഫി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ജൈവഘടനയുള്ള അല്ലെങ്കിൽ ശരീരഘടനയുള്ള ഒരു ഞണ്ടുകളെയാണ്
എന്താണ് എവിടെ കണ്ടെത്തിയിരിക്കുന്നത്? സൈലന്റ് വാലിയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ആൺജീവികളുടെ പ്രജനന അവയവവും പെൺജീവികളുടെ ഉദരഭാഗവും അതേപോലെ തന്നെ മുട്ടയെ വഹിക്കാൻ കഴിയുന്ന ശരീരഘടനയുമാണ് രണ്ടും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഞണ്ടുകളെ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ ഈ ഞണ്ടുകൾ എവിടെ നിന്നാണ് കണ്ടെത്തിയത്? സൈലന്റ് വാലിയിൽ നിന്നാണ് കണ്ടെത്തിയത്. ഇനി ഈ ഒരു ശാസ്ത്രജ്ഞർ പഠന വിധേയമാക്കിയിട്ടുള്ള ഞണ്ടിനം ഏതാണെന്ന് കൂടി ഒന്ന് ഓർത്തു വെക്കുക. വേല കാർലി എന്നുള്ള ഈ ഒരു ഞണ്ടിനങ്ങളെയാണ് അവർ പഠന വിധേയമാക്കിയത്. ഓർത്തു വെക്കുക, വേല കാർലി എന്നുള്ള ഞണ്ടിനത്തെയാണ് അവർ പഠന വിധേയമാക്കിയത്. അപ്പോൾ ഇത്തരത്തിൽ ഒരേ ശരീരത്തിൽ തന്നെ ആൺ പെൺ സവിശേഷതയുള്ള ഞണ്ടുകളെ കണ്ടെത്തിയത് എവിടെയാണ്? സൈലന്റ് വാലിയിൽ നിന്നാണ് കണ്ടെത്തിയത്. ഇനി സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 2026 മാർച്ചിലെ റിപ്പോർട്ട് പ്രകാരം ICC മെൻസ് T20 ബാറ്റിംഗ് റാങ്കിങ്ങിൽ സഞ്ജു സാംസന്റെ റാങ്ക് എത്രയെന്നാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, 22ാം സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തിയിരിക്കുകയാണ്. റാങ്ക് എത്രയായിരിക്കുകയാണ്? 22ലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ 18 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം 22ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. ഏത് റിപ്പോർട്ടിലാണെന്ന് ഓർത്ത് വെക്കുക, 2026 മാർച്ച് വരെയുള്ള റിപ്പോർട്ടിലാണ്. ICC മെൻസ് T20 ബാറ്റിംഗ് റാങ്കിങ്ങിലാണ്. അപ്പോൾ സഞ്ജുവിന്റെ നിലവിലെ റാങ്ക് എത്രയാണെന്ന് ഓർത്ത് വെക്കുക, 22 അപ്പോൾ ഇത് മാറാൻ സാധ്യതയുള്ള ഒരു ഫാക്ട് കൂടിയാണ്. ഇനി ഈ ഒരു റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്തുള്ള വ്യക്തി ആരാണെന്ന് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അഭിഷേക് ശർമ്മയാണ്. ആരാണ്? അഭിഷേക് ശർമ്മയാണ് ഈ ഒരു റാങ്കിങ്ങിൽ, അതായത് ICC മെൻസ് T20 ബാറ്റിംഗ് റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്തുള്ളത്. 2ാം സ്ഥാനത്തുള്ളത് ഇഷാൻ കിഷനാണ്. അപ്പോൾ നമ്മൾ നോക്കിയത് സഞ്ജു സാംസന്റെ റാങ്ക് എത്രയെന്നാണ്. 22ാം സ്ഥാനത്താണ് അദ്ദേഹം ഉള്ളത്. ഇതുവരെ ഈ ഒരു റാങ്കിങ്ങിൽ നേടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച റാങ്കാണിത്. ഇനി വരുന്ന ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ ഡിഗ്രി ലെവൽ റാങ്ക് ഫയലുകൾ ഇപ്പോൾ ലഭ്യമാണ്. അപ്പോൾ ഈ ഒരു റാങ്ക് ഫയലുകൾ നിങ്ങൾക്ക് ലഭ്യമാവുന്നത് 3 വോളിയങ്ങളിലായിട്ടാണ്. ന്യൂ SCERT NCERT പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തി മുൻവർഷ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ 3 വോളിയങ്ങളിൽ വരുന്ന ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ആമസോൺ ഫ്ലിപ്കാർട്ട് വഴി പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോറുകൾ വഴിയും പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ റാങ്ക് ഫയലുകൾ പർച്ചേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഇത് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു. KJ യേശുദാസ് ഡിജിറ്റൽ ലൈബ്രറി സജ്ജമാവുന്നത് എവിടെയെന്നാണ്? ഭാരത് ഭവനിലാണ്. തൈക്കാടുള്ള ഭാരത് ഭവനിലാണ് ഇത്തരത്തിലൊരു ഡിജിറ്റൽ ലൈബ്രറി വരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയതൊരു റിപ്പോർട്ടായിരുന്നു. 2026 നീതി ആയോഗ് പുറത്തുവിട്ട 2023-24 ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. 2ാം സ്ഥാനത്തുള്ളത് ഗോവയാണ്. 3ാം സ്ഥാനത്ത് ജാർഖണ്ഡാണ്. അതേപോലെ തന്നെ ഈ ഒരു ഇൻഡെക്സിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? 15ആണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഇന്ത്യയിൽ സുപ്രീം കോടതിയുടെ നേരിട്ടുള്ള ഉത്തരവിലൂടെ നിഷ്ക്രിയ ദയാവധത്തിന് വിധേയനാവുന്ന ആദ്യ വ്യക്തി ആരെന്ന് ഓർത്തു വെക്കുക, ഹരീഷ് റാണയാണ്. അതേപോലെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള മലയാളി അഭിഭാഷക ആരെന്ന് നമ്മൾ പറഞ്ഞു, രശ്മി നന്ദകുമാറാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് പ്രോജക്ട് ഗംഗ ആരംഭിക്കുന്ന സംസ്ഥാനം ഏതെന്നാണ്? ഉത്തർപ്രദേശിലാണ്. അപ്പോൾ ഉത്തർപ്രദേശിലെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഈ ഒരു അതിവേഗ ഇന്റർനെറ്റ് സജ്ജമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി കൊണ്ടുവരുന്നത്, പ്രോജക്ട് ഗംഗ അവതരിപ്പിക്കുന്നത്. ശേഷം നമ്മൾ നോക്കിയത് 2026 മാർച്ചിലെ കണക്കുകൾ പ്രകാരം രാജ്യത്ത് സംരക്ഷിച്ചു പോരുന്ന ചീറ്റപ്പുലികളുടെ ആകെ എണ്ണം എത്രയെന്നാണ്? 53ആണ്. അപ്പോൾ കുനോ നാഷണൽ പാർക്കിലെ ഒരു ചീറ്റ പ്രസവിക്കുകയുണ്ടായി. അതിലൂടെ കൂടുതൽ ചീറ്റപ്പുലികൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ആകെ എണ്ണം എത്രയായിരിക്കുകയാണ്? 53 ആയിരിക്കുകയാണ്. ശേഷം നമ്മൾ നോക്കിയത് 2026 മാർച്ചിൽ ഭൗമാന്തരീക്ഷത്തിലേക്ക് തിരിച്ചിറങ്ങുന്ന നാസയുടെ പേടകം ഏതെന്നാണ്? വാൻ അലൻ പ്രോബ് A എന്നുള്ള ഈ ഒരു പേടകമാണ് തിരിച്ചിറങ്ങിയിരിക്കുന്നത്. അതേപോലെ വാൻ അലൻ പ്രോബ് B ഉണ്ട്, അത് തിരിച്ചിറങ്ങിയിട്ടില്ല എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ശേഷം നമ്മൾ നോക്കിയത് ഒരു വേദിയായിരുന്നു, ലാമിറ്റിയെ. 2026 വേദി എവിടെയാണ്? സീഷെൽസ് ആണ് വേദിയാവുന്നത്. ഇന്ത്യയും സീഷെൽസും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് ലാമിറ്റിയെ എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. 2026 വേദി എവിടെയാണ്? സീഷെൽസ് ആണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ ഒരേ ശരീരത്തിൽ ആൺ പെൺ സവിശേഷതയുള്ള ഞണ്ടിനെ കണ്ടെത്തപ്പെട്ടത് എവിടെയെന്നാണ്? സൈലന്റ് വാലിയിൽ നിന്നാണ് കണ്ടെത്തപ്പെട്ടത്. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം ഇതാണ്: പ്രേം നസീർ സ്മാരക സാംസ്കാരിക സമുച്ചയം നിലവിൽ വരുന്നത് എവിടെയെന്നാണ്? ഓപ്ഷൻ എ ആറ്റിങ്ങൽ, ഓപ്ഷൻ ബി ചിറയൻകീഴ്, ഓപ്ഷൻ സി കഴക്കൂട്ടം, ഓപ്ഷൻ ഡി വൈക്കം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ക്ലിന്റ് ഗ്യാലറി നിലവിൽ വരുന്നത് എവിടെയെന്നാണ്? ഓപ്ഷൻ എ തിരുവനന്തപുരം, ഓപ്ഷൻ ബി തൃശൂർ, ഓപ്ഷൻ സി കൊച്ചി, ഓപ്ഷൻ ഡി കോഴിക്കോട്. ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളിലെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: മുജ്തബ ഹമീനി ഏത് രാജ്യത്തിന്റെ പരമോന്നത നേതാവായാണ് നിയമിതനായതെന്നായിരുന്നു ചോദ്യം. ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്, ഇറാന്റെ പരമോന്നത നേതാവായിട്ടാണ് അദ്ദേഹം നിയമിതനായത്. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: സൈലന്റ് വാലി നാഷണൽ പാർക്കിൽ നടത്തിയ സമഗ്ര പക്ഷി സർവേയിൽ രേഖപ്പെടുത്തിയ പക്ഷി ഇനങ്ങൾ എത്രയെന്നായിരുന്നു? ഓർത്തുവെക്കുക, 192 ആയിരുന്നു. 192 ആണ് ശരി ഉത്തരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.